ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആരാ പ്രഗ്നന്റ്? ഞാനാണോ പ്രഗ്നന്റ്? ഞാൻ പ്രഗ്നന്റ് അല്ല. ശരിക്കും ചാനല് ഷോർട്സ് ഒക്കെ നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു ആളാണെങ്കിൽ, സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് എന്റെ യൂട്യൂബ് ചാനലിൽ കൂടുതലും വരുന്നതും പോകുന്നതും. അപ്പോൾ ശരിക്കും എന്റെ യൂട്യൂബ് ഷോർട്സിന്റെ ഒരു ഭാഗമായിട്ടുള്ള ലിയയാണ് പ്രഗ്നന്റ്. ആരാ ലിയ എന്ന് വെച്ചാൽ എന്റെ പട്ടിക്കുട്ടിയാണ്. അപ്പം ലിയയുടെ ഇത് സെക്കൻഡ് പ്രഗ്നൻസിയാണ്. ഞാൻ പറഞ്ഞ ഒരു ഡോഗിന്റെ പ്രഗ്നൻസി തന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത് ഡെലിവറി ഭയങ്കര ഇതായിരുന്നു, ഞങ്ങളൊന്നും അറിയില്ലായിരുന്നു. രാവിലെ ഞാനില്ലായിരുന്നു, ഞാൻ ഹോസ്റ്റലായിരുന്നു. അപ്പൊ എന്റെ അമ്മ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് രാവിലെ പ്രഗ്നന്റ് ആയി, 4 കുട്ടികള്. അപ്പൊ അതൊരു ഇതായിരുന്നു. അപ്പം സെക്കൻഡ് പ്രഗ്നൻസി തന്നെ ഞങ്ങള് ഡെലിവറി കാണാൻ വേണ്ടിട്ട് ഭയങ്കര കണ്ണിൽ എന്നെ ഒഴിച്ചിരിക്കുന്നു പറയുന്നത്, അതുപോലെ എക്സൈറ്റഡ് ആയിരുന്നു, പ്രത്യേകിച്ച് എന്റെ അമ്മ. അപ്പൊ സെക്കൻഡ് ഡെലിവറി ആണ്. വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതിപ്പോ നമുക്ക് പോയി കാണാം. അപ്പോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ഇതിപ്പോ ഒരു ഗുഡ് ന്യൂസും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബാഡ് ന്യൂസും ഉണ്ട്. ഗുഡ് ന്യൂസ് നമുക്ക് ആദ്യം പോയി കാണാം, അതായത് ഡെലിവറി വീഡിയോ. പിന്നെ ബാഡ് ന്യൂസ് ഞാൻ കാണുന്നത്, എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഡെലിവറി വീഡിയോ പോയി കാണാം. അത് കഴിഞ്ഞിട്ട് ബാഡ് ന്യൂസ് കാണാം. വേണ്ട, വെളിയിൽ വന്ന് ഒരെണ്ണം ഹായ് ഗൈസ്, ഫൈനലി ഇന്ന് 4 ഒക്ടോബർ 10:44 സമയം. പക്ഷേ 10:30 ലിയ പ്രസവിച്ചു ഗൈസ്, വിത്ത് 2 കുട്ടികൾ. ഇത് രണ്ടാമത്തെ പ്രസവമാണ്. കറൻ്റ്ലി രണ്ടാമത്തെ പ്രസവമുണ്ട്. അപ്പോൾ അങ്ങനെ 2 കുട്ടികൾ കറൻ്റ് വന്നിട്ടുണ്ട്. ബാക്കി വീഡിയോ നോക്കാം. പാവൻ്റെ ലിയമോൾ, അതിൻ്റെ ദയനീയ അവസ്ഥ കണ്ട് നീ കരച്ചിൽ വരുന്നു. ഞാൻ നോക്കിയിരുന്നാണ് പ്രസവിക്കുന്നൊന്നും കണ്ടില്ല. അവിടെ നോക്കിയിരുന്നാണ്, അതിനെല്ലാം സ്പോണ്ടേനിയസ്. എനിക്ക് വേണ്ട. ചോര ഒഴുകുന്നു, ഇനിയുണ്ട്. ലിയ കരയുന്നു. ഓ, രണ്ടാമത് നീ കരച്ചിട്ട് നോക്കണ്ട, ശരിയുള്ളു. ഇപ്പോൾ സമയം 12:52. ഇപ്പോൾ
അപ്പോൾ കറൻ്റ്ലി 6 കുട്ടികൾ വെളിയിൽ വന്നിരിക്കുകയാണ്. 6 അവസ്ഥ കരച്ചിൽ വരിക. 6 കുട്ടികളും പിന്നെ ഇനി വരണമെന്ന് തോന്നുന്നു. 6 കുട്ടികൾ അതിനെ ഓരോന്നിനെ നക്കി അതിന് തുടച്ച എൻ്റെ എല്ലാം കൊടുക്കണം. എത്ര മണി കഴിയുന്നു? 10:30. അപ്പോ ഗുഡ് ന്യൂസ് എല്ലാവരും കണ്ടില്ലേ? ഡെലിവറി വീഡിയോ എല്ലാവരും കണ്ടു. അപ്പോ ഇനി ബാഡ് ന്യൂസ് എന്തെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ലിയ ഡെലിവറി ചെയ്തത് October 4th 10:30 ആൻഡ് ബാഡ് ന്യൂസ് സംഭവം നടക്കുന്നത് October 6th അപ്പോ October 6th രാവിലെയാണ് സംഭവം നടക്കുന്നത്. അതായത് ലിയ ഡെലിവറി ചെയ്തത് ഓരോ കുട്ടികളും 2 മണിക്കൂർ ഇടവിട്ടാണ് ഡെലിവറി ചെയ്തത്, പ്രസവിച്ചത്. അപ്പോ അതുകൊണ്ടാണോന്ന് അറിയത്തില്ല, ലിയക്ക് ബോഡിയിൽ ഇൻഫെക്ഷൻ ആയി ആൻഡ് ഫീവർ വന്നു. പക്ഷെ ഇൻഫെക്ഷൻ ഉണ്ടോ, ഫീവർ ആണോ, ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കാരണം അനിമൽസിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്, നമുക്ക് അറിയാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടുള്ള തെർമോമീറ്റർ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അനിമലിന്, അതായത് ഡോഗോ ക്യാറ്റിനോ അല്ലെങ്കിൽ അതിൻ്റെതായ സിംറ്റംസ് അവര് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവളതൊന്നും കാണിച്ചില്ലായിരുന്നു. ഡെലിവറി ചെയ്തു, അമ്മയും മക്കളും സേഫ് ആണെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങളൊരു വലിയൊരു റൂമില് മൂലയ്ക്ക് പേപ്പറൊക്കെ കീറിയിട്ട് കൊടുത്തു, സേഫ് ആക്കി. പക്ഷേ ഡെലിവറിയുടെ പിറ്റേ ദിവസം തൊട്ട് ഒരു കൊച്ച്, ടോട്ടൽ 6 കൊച്ചുങ്ങളുണ്ടായിരുന്നു. ഒരു കൊച്ച് ഒരുമാതിരി വീക്കായിട്ടും ഒരു സ്ഥലത്ത് പാലൊന്നും കുടിക്കാതെ, ബാക്കി എല്ലാവരും പാല് കുടിക്കുന്നുണ്ടായിരുന്നു, വീക്കായിട്ട് ഒരു സ്ഥലത്ത് മാറി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ ഒരു സംശയം തോന്നി, ഇതെന്താ പാല് കുടിക്കാത്ത, എന്താ കുഴപ്പമൊന്നും അറിയത്തില്ലായിരുന്നു. പിറ്റേ ദിവസം നോക്കിയപ്പോ അതേപോലെ കിടക്കുന്നു, ഒരു മാറ്റവും ഇല്ല. അപ്പം നോക്കിയപ്പോഴത്തേക്കും ആ ഒരു കൊച്ചിനെ മാറ്റി. അതേപോലെ വേറൊരെണ്ണത്തിനും വയറ് ഭയങ്കര ഉരുണ്ടിരുന്നിട്ടുണ്ടെങ്കിലും പക്ഷെ ഒരുമാതിരി തലയെ വീക്കായിരുന്നു. അതുപോലെ തന്നെ ബോഡി ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഡോക്ടറിനെ കാണിക്കാൻ കൊണ്ടുപോയപ്പം ഡോക്ടറാണ് പറഞ്ഞത്, കൊച്ചുങ്ങളെ നോക്കിയ ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല എന്താ സംഭവം. അപ്പോ അതും കൊച്ചു കുട്ടികളായതുകൊണ്ട്, ഇപ്പൊ ജനിച്ച് വീണതും ആയതുകൊണ്ടും ഒന്നും ഉള്ളിലേക്ക് കൊടുക്കാനും ഒക്കത്തില്ല. പക്ഷെ ഡോക്ടർ അവിടെ ചെന്നപ്പോഴത്തേക്കും ഹീറ്റ് കൊടുത്തപ്പോഴത്തേക്കും ബോഡി ജസ്റ്റ് ഒന്ന് മെച്ചപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, തള്ളപ്പട്ടിയെ കണ്ടാൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. കാരണം തള്ളപ്പട്ടിയുടെ പാലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയണമെങ്കിൽ തള്ളപ്പട്ടിയെ കൊണ്ടുവരണമുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് തിരിച്ച് ലിയനെ കൊണ്ടുപോയ ഡോക്ടറാ പറഞ്ഞത് ഇൻഫെക്ഷൻ ആയി, ഉള്ളില് പാലിന് പ്രശ്നമുണ്ട്. അപ്പം അതായിരുന്നു സംഭവം. അപ്പൊ ഈ പാല് കുട്ടികൾ ഇനിയും കുടിച്ചാൽ അത് തുടർന്ന് ഓരോ കുട്ടികള് ചത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ലേക്ക് കൊടുക്കാനുള്ള സപ്ലിമെന്റ്സും ഒരു സംഭവം തന്നു, ഒരു ഫോർമുല പോലെ ഒരു ഉള്ളിലേക്ക് കൊടുക്കാനുള്ള, കൊച്ചുങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സാധനം തന്നു. അപ്പൊ അത് കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും കൊണ്ടുപോയ 2 കുട്ടികളും ചത്തുപോയി. അപ്പം മൊത്തത്തിൽ 4 കുട്ടികളാണ്. 4 കുട്ടികളും സേഫ് ആവാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുക. അപ്പൊ അവർക്ക് മനസ്സിലായോ ഇല്ലേന്ന് അറിയത്തില്ല, എനിക്ക് മനസ്സിലായോ. ഞങ്ങള് പോയപ്പോ തൊട്ട് ഒരുമാതിരി ഞങ്ങളൊരു ബാസ്കറ്റിൽ ഇങ്ങനെ സേഫ് ആക്കി കൊണ്ടുപോകാം. അപ്പൊ തൊട്ട് ഞങ്ങളുടെ പുറകെ നടക്കുന്നു, എന്താ സംഭവം ഒന്നും അവർക്ക് അറിയത്തില്ല. അറിയാമോ, കൊച്ചിനെ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. അപ്പൊ തൊട്ട് ഞങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഞങ്ങൾ ഒരുമാതിരി രൂക്ഷമായിട്ട് ഒരുമാതിരി നോക്കുന്നുണ്ടായിരുന്നു. സ്വന്തം കൊച്ചുങ്ങളെ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് മനസ്സിലായി. പക്ഷെ മരിച്ചുപോയെന്ന് അവർക്ക് മനസ്സിലായോ എന്നറിയത്തില്ല. കാരണം ഞങ്ങള് കുഴിച്ചു മൂടാൻ പോയപ്പോഴത്തേക്കും ഉള്ളൊരു വീഡിയോ ഞങ്ങൾ കൊടുത്തേക്കാം. അപ്പോഴാ കുഴിമാടത്തിന്റെ അവിടെ വന്ന് ഭയങ്കര സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ പറയുക, ലിയയ്ക്ക് പ്രസവശേഷം ഇൻഫെക്ഷനായി, പനിയായി. അതുകൊണ്ട് അവളുടെ 2 കുട്ടികൾ മരിച്ചുപോയി ഗൈസ്. അതിനെ കുറിച്ചിടാൻ വേണ്ടി വന്നേക്കുന്നു.
റിസൾട്ടിൽ എന്താണ് പറയുന്നത്? ഇതാണ്ട് ഇപ്പം 4 കുട്ടികൾ സേഫായിട്ട് പാലുണ്ടെങ്കിൽ കൊടുത്തേക്കുന്ന ആ ഫോമിനെ കൊണ്ടൊരു സാധനം അത് രക്ഷപ്പെട്ടാൽ മതി. പ്രാർത്ഥിക്കുക. ആദ്യത്തെ ഡെലിവറിയിൽ 4 കുട്ടികൾ, അതിൽ ഒരു കുട്ടിക്ക് മാത്രം വാല് കുഴപ്പമില്ലാതിപ്പം വീട്ടില് ഉണ്ട്. ബാക്കി എല്ലാവർക്കും സേഫായിട്ട് ഓരോരോ വീട്ടിലുണ്ട്. 4 കുട്ടികളും സേഫായ മതി പ്രാർത്ഥിക്കുന്നു. പത്രികകളും ഇരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ബൈ.